തമസോമ ജ്യോതിർഗമയ. ശനി ദുഃഖകാരകൻ മാത്രമാണോ? ഇന്നത്തെ ചിന്താവിഷയം. ശനിയുടെ രൂപപരമായ പ്രത്യേകതകൾ പൊതുവെ വേണ്ടത്ര ജ്യോതിഷ പരിജ്ഞാനമില്ലാത്തവരുടെ ഇടയിൽ പരന്നിട്ടുള്ള ശാസ്ത്രീയമല്ലാത്ത വിശ്വാസങ്ങൾ എന്നിവ മൂലം ശനിഗ്രഹം ഏറ്റവും ക്രൂരനും നിർദ്ദയനുമാണെന്ന ഒരു ചിന്താഗതി പരന്നിട്ടുണ്ട്. ഇത് അർത്ഥസത്യം മാത്രമാണ്. ശനി ഒരു താമസഗ്രഹമാണെന്ന് പറയുന്നത് പോലെ ഭാഗികമായ നിരീക്ഷണം മാത്രമാണ്. ദുഃഖം, മതം, മാത്സര്യം, വിദ്വേഷം, അസൂയ, അഹങ്കാരം, മോഷണവാസന, കുറ്റകൃത്യങ്ങളോടുള്ള താൽപ്പര്യം, അധോലോക ബന്ധം ഇവയൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നതും അതുമൂലം അളവറ്റ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അനുഭവിപ്പിക്കുന്നതും ഒരു പരിധിവരെ ശനീശ്വരൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഈ കൊള്ളരുതായ്മകൾ മാത്രമല്ല, ആത്മീയ ചിന്ത ഉണർത്തി മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള തിരുത്തൽ ശക്തിയും ശനിക്കുണ്ട്. ഉലയിൽ ഊതിയെടുക്കുന്ന വെള്ളി പോലെയും ഊതിക്കാച്ചിയ പൊന്നു പോലെയും ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയി മനുഷ്യനെ ആത്യന്തികമായി ആത്മീക പ്രകാശത്തിലെത്തിക്കുന്നത് ശനിഗ്രഹം അല്ലാതെ മറ്റാരുമല്ല. സ്വയം ശുദ്ധീകരണത്തിലൂടെ, ആത്മസമർപ്പണത്തിലൂടെ മനുഷ്യനെ മഹനീയ പദത്തിലേക്ക് നയിക്കാൻ ശനീശ്വരൻ പ്രദർശിപ്പിക്കുന്ന ജാലവിദ്യ മറ്റൊരു ഗ്രഹത്തിനും പിടികിട്ടിയിട്ടില്ല. ക്ഷമ, സ്ഥിരോത്സാഹം, കഠിനാധ്വാനശീലം, കർമ്മവിജയം, നേതൃഗുണം, വിദ്യാസമ്പത്ത്, ദാമ്പത്യ സൗഖ്യം, രാഷ്ട്രീയ വിജയം, സാമ്പത്തികമായ ഉയർച്ച, സർവോപരി മനഃശാന്തി എന്നിവയെല്ലാം പകർന്നു തരാൻ ശനിക്ക് കഴിയുന്നു. ഗ്രഹനിലയിൽ നല്ല ഭാവങ്ങളിൽ ബലവാനായിട്ട് നിൽക്കുന്ന ശനി രാജയോഗവും മറ്റനേകം മഹാഭാഗ്യങ്ങളും നൽകുന്നവനാണ്. അതിനാൽ ശനിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നാം മാറ്റേണ്ടിയിരിക്കുന്നു.